ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വെൽത്ത് മാസ്റ്ററി മെന്റർ. സാലറിയെ മാത്രം വിശ്വസിച്ച് ഫ്യൂച്ചർ ബുദ്ധിമുട്ടിലാക്കരുത്. നിങ്ങളുടെ സാലറിയെ മാത്രം ആശ്രയിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടിലേക്കായിരിക്കും നിങ്ങൾ പോവുക. അങ്ങനെ നമുക്ക് ഒരു ഇൻകത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് അത് സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒന്ന്, ജോബ് സെക്യൂരിറ്റി ഇല്ല എന്നുള്ളതാണ്. ഒരൊറ്റ കാര്യത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ഒരു മാർക്കറ്റ് ഒരു ക്രാഷ് എന്തെങ്കിലും വന്നാൽ മതി, നമ്മുടെ ജോലി ചിലപ്പോൾ നഷ്ടമായേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻകവും നഷ്ടമായേക്കാം. പിന്നെ ചില ആളുകൾ EPF മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നവരുണ്ടാവും. EPF നിന്ന് നമുക്ക് മാക്സിമം 10-20 ലക്ഷം ആയിരിക്കും ഉണ്ടാക്കാൻ സാധിക്കുക. പക്ഷേ നമ്മുടെ ഒരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് നമുക്ക് മിനിമം ഒരു 1 crore ആവശ്യമായിട്ട് വരും. മൂന്നാമത്തെ കാര്യം, ഒരു സൈഡ് ഇൻകം നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ആക്റ്റീവ് ഇൻകം ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു പാസീവ് ഇൻകം അവിടെ ഉണ്ടായിരിക്കണം. നാലാമത്തെ കാര്യം, സെൽഫ് ഇൻഷുറൻസ് പ്ലാൻ ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മുടെ ഇൻകത്തിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതായത് സേവിങ്സ് ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഏണിങ്സ് ഉള്ള സമയത്ത് നമ്മൾ സേവിങ്സ് ഉണ്ടാക്കുകയും അതിനെ ഇൻവെസ്റ്റ് ചെയ്യുകയും നമ്മുടെ ഇൻകത്തിന് പകരമായിട്ട് ഒരു മറുഭാഗം നമ്മൾ കണ്ടുവെക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ സാലറി എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇൻകം ആണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമുക്കൊരു പാസീവ് ഇൻകം ഉണ്ടാക്കിയെടുക്കുകയും വേണ്ടത് ആവശ്യമാണ്. റിട്ടയർമെന്റ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ഇൻകത്തിന് വേണ്ടി ആയിരിക്കും. അപ്പോൾ ഇതുവരെയും ആരും ഒരു പാസീവ് ഇൻകത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഇൻകത്തിന് വേണ്ടിയിട്ടോ ഇതുവരെയും ശ്രമിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ശ്രമിക്കുക. കാരണം എപ്പോഴും നമ്മൾ ലേറ്റ് ആവാതിരിക്കാൻ നോക്കുക. കൂടുതൽ വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.